ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഇഷ്യൂ സിറ്റുവേഷൻ എല്ലാം അറിയാലോ, വയനാട്ടില്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? കാരണം ഇപ്പം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ മുന്നിൽ വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട്. ഈ ദുരന്തം ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു. കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയേണ്ടായിരുന്നു ഇത് പണ്ടേ വാഞ്ചറാണ്. അത് ഗവൺമെൻറ് ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ ഇപ്പോൾ അത് അവർ കുറ്റം പറയണ്ട. ഇപ്പോൾ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തി പിന്നീട് മുഖ്യമന്ത്രികൾ വന്നിട്ടുണ്ട് അവിടെ. ആ സ്ഥലത്തിൽ വന്നപ്പോൾ അവിടെ ഈ കുറേ പ്ലാന്റേഷൻ പിന്നെ കുറേ ക്വാറി ഇതെല്ലാം ഉണ്ട്. വളരെ ഫ്രജൈലായിട്ടുള്ള ഏരിയ ആണ്. അവിടെ ഇത് പറ്റില്ല. ശരിയാ. ഇപ്പോൾ മോളെ പറയുന്നത് പുനരുദ്ധാരണം ചെയ്യുന്നത് അങ്ങനെ അവിടെ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ താമസിക്കാനേ പറ്റില്ല. വളരെ ഫ്രജൈലായി. അത് ഗാഡ്ഗിൽ പലപ്പോഴും പറഞ്ഞതാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ഫോൾട്ട് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ മുല്ലപ്പെരിയാർ വളരെ പൊക്കി പറയണം. പക്ഷേ മുല്ലപ്പെരിയാർ ആക്ച്വലി ടെക്നിക്കലി അറിയുന്നവർക്ക് അറിയാം. സിവിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അവിടെ അത്ര പ്രശ്നമില്ല. പണ്ട് പി ജി ജോസഫ് പോലുള്ള ആൾക്കാരെല്ലാം രാഷ്ട്രീയക്കാരെല്ലാം ഇതിൻ്റെ പേരിൽ പറഞ്ഞ് മലയാളികൾ തമിഴന്മാർ വന്ന് മലയാളി കൂലികൾ ചെയ്തതാണ്. രാഷ്ട്രീയപരമായിട്ടാണ്. ടെക്നിക്കലി ഇപ്പോഴും 50 വർഷം മറ്റു 125 വർഷമായില്ലേ. അപ്പോൾ അതിനെക്കാട്ടിലും വലിയ ഇഷ്യൂ ഇതായിരുന്നു. ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. പണ്ട് കേട്ടിട്ട് പോലും ഇല്ല. പുള്ളി പലപ്പോഴേ റിപ്പോർട്ട് കൊടുത്താണ്. ഇത് നമ്മുടെ ആളുകളുടെ ഗവൺമെൻറ്റിൻ്റെ അനാസ്റ്റോൺ ഉണ്ടായതാണ്. ഇനിയും പലയിടത്ത് വരാം. ഇവിടെ ഈ കൊച്ചു നെസ്റ്റിൽ റഡാറുള്ള ഇവിടുത്തെ ആളുകൾ പറയണ്ടായിരുന്നു ഈ 2019 ഫ്ലഡിൻ്റെ അതേ ഫോമാറ്റ് വരുന്നത്. ഇനിയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ നടക്കാം. ആളുകൾ മാറി താമസിപ്പിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ഈ വെതർ കാസ്റ്റിംഗ് റിപ്പോർട്ടൊക്കെ കണ്ടായിരുന്നോ ആ സമയത്ത് നടക്കുന്ന തലേദിവസം ഇവിടെ കൊച്ചു നെസ്റ്റിലൊരു റഡാർ അവരൊരു വാണിംഗ് കൊടുത്തായിരുന്നു. എന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇവിടെ പ്ലാന്റേഷൻ ഒന്നും പറ്റില്ല. ഇവിടെ അത്രയ്ക്ക് ഫ്രജൈലായിട്ടുള്ള ഏരിയ. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹം എന്തെങ്കിലും? നമുക്ക് സാമ്പത്തികമായിട്ട് ചെയ്യാൻ വലിയ കോടികളൊന്നുമില്ല. സെലിബ്രിറ്റീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ന്യൂസുകൾ നമ്മൾ ഫേസ്ബുക്കിലെല്ലാം ഇടാം. കുറേ പേര് കാണുന്നുണ്ട് ഫേസ്ബുക്കിലിടാം. അതിനെക്കുറിച്ച് ഞാൻ ടെക്നിക്കലായിട്ടുള്ള പറയാം. അതിൻ്റെ അപ്പുറത്ത് എന്ത് വേണമെന്ന് അറിയാം. ഇപ്പോൾ ഞാൻ ഒരുപാട് ന്യൂസ് ഇപ്പോൾ ഓൺലൈനിൽ എടുത്താലും പലരും പല രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റും. അല്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിൽ പലരും പല രീതിയിൽ നെഗറ്റീവ് കമന്റ്സും ഈ ചെയ്യുന്ന ആൾക്കാരെതിരെ മലയാളി ഓഡിയൻസ് കുഴപ്പമില്ല. ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. അപ്പൊ അതിനെ പറ്റിട്ട് എന്താ തോന്നിയിരിക്കണേ? ഈ ഇപ്പം ഈ അടുത്ത് മോഹൻലാൽ കഴിഞ്ഞ ഫ്ലഡ് വന്നപ്പോൾ എല്ലാ ആളുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മലയാളികളുടെ ഗുണം പറഞ്ഞു ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ആ സമയത്ത് വേറെ നോക്കില്ല. അല്ലാത്തപ്പോൾ എല്ലാം അടിയിടിയും ഇങ്ങനത്തെ ചെയ്യാം. അല്ല ഇപ്പൊ ഈ അടുത്താണെങ്കിലും ഇപ്പൊ മോഹൻലാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. മോഹൻലാൽ ഇപ്പൊ ഇറങ്ങിയിരിക്കാണ് വയനാട്ടിൽ. എന്റെ കൂട്ടുകാരൻ ചെയ്താൻ ക്രിട്ടിസൈഡ് ആവശ്യം എന്താ? പുള്ളിയുടെ അവർ വിളിച്ചിട്ടല്ലേ പോയത്. ശരിക്കും ഒരു ആളുടെ ഫാൻ ബേസ് ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഫാൻസ് ഉണ്ട്. നമ്മുടെ മമ്മൂട്ടിയുടെ ഫാൻസ് വെൽഫെയർ ഒരുപാട് വെൽഫെയർ വർക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് നിഖില വേമ്പ അവിടെ പോയി കുറേ നല്ല കാര്യമാണ്. അപ്പൊ അതെ എങ്ങനെ നെഗറ്റീവ് ഫാൻസ് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്ത് ചെയ്താലും പ്രശ്നമാണ്. സെലിബ്രിറ്റീസ് എന്ത് ചെയ്താലും പ്രശ്നമാണ്. ഞാനും അനുഭവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവേ വരും. നെഗറ്റീവാണ് എല്ലാവരും. അത് മലയാളി ഓഡിയൻസ് മാത്രമാണോ എന്ന് അറിയില്ല. എല്ലാം നെഗറ്റീവാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മനോഭാവം എല്ലാവർക്കും വരുന്നത്? കാരണം ഇവിടുത്തെ ആളുകൾ ഇപ്പം ഭയങ്കര ഒരുപാട് ഫ്രസ്ട്രേഷൻ തോന്നും. ലൈഫിലൊന്നും ആവാത്തതിൻ്റെയും ഭയങ്കര ഫ്രസ്ട്രേഷനും ഭയങ്കര സാഡിസ്റ്റല്ല. മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. എൻ്റെ 80s 90s നമ്മൾ ക്രിക്കറ്റ് കണ്ട് അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത്. ഇന്നത്തെ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് മറ്റുള്ളവരെ വേദനിപ്പിച്ച ഒരു സാഡിസ്റ്റിക് ആണ്. മറ്റുള്ള അങ്ങനത്തെ എൻജോയ്മെന്റ് ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിന് സാഡിസ്റ്റിക് മനോഭാവം എന്നാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം നമ്മൾ എന്ത് നല്ല ചെയ്താലും എന്ത് ചെയ്താൽ തെരുവിളിയാണ്. എന്ത് ചെയ്താൽ നല്ല ഒരു സാഡിസ്റ്റും ഉണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യുക. അപ്പം ഞാൻ തന്നെ ലുലുമാളിൽ പോകുമ്പോൾ പല പിള്ളേരാണ് കളിയാക്കി ചിരിക്കുന്നത്. ഞാൻ അന്നൊരു പ്രശ്നമുണ്ടായി. അതുകൊണ്ട് ഞാനിപ്പോൾ അവരുടെ ഐ കോൺടാക്ട് കൊടുക്കാറില്ല. എനിക്ക് കുറ്റം പറയുന്നതല്ലേ. 2000 കഴിഞ്ഞ ആൾക്കാർ പിള്ളേർ അവർ ടെക്നോളജിയിൽ വളരെ കൂട്ടാണ്. കമ്പ്യൂട്ടറിലെല്ലാം കൂട്ടാണ്. അവർക്ക് മനുഷ്യരായിട്ട് ഇടപെടുന്നില്ല. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നമുണ്ട്. എന്നെ ഒരുപാട് പേര് എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ചാണ്. ഭൂരിഭാഗം ആൾക്കാർ കളിയാക്കലാണ്. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. അവർക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദിക്കണം, ഇപ്പൊ സാഡിസ്റ്റിക് മനോഭാവം എന്ന് പറയുന്നത് ഈ ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് മനോഭാവം മലയാളി ഓഡിയൻസിൽ മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു മറ്റേ ഫോറിനിലെല്ലാം ഇങ്ങനെ അറിയില്ല. അവിടെ ഇത്രയും മോശം കമന്റ്സ് ഇല്ല. ഈ മലയാളി ഓഡിയൻസ് മലയാളികളാണ് വളരെ മോശം. കാരണം നമ്മുടെ പേരൻസിലേക്കാണ് ഇത് വിളിക്കുന്നത്. അവർക്ക് ദേഷ്യം എന്നെ വിളിച്ചോ, എന്തിനാ പേരൻസിനെ വിളിക്കുന്നത്? വളരെ മോശം ലാംഗ്വേജും വളരെ ഞാനിപ്പോൾ കമന്റ്സ് വായിക്കാറില്ല. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ വരും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതുകൊണ്ട് പലർക്കും ഡിപ്രഷനും പല പ്രശ്നങ്ങളും വരുന്നുണ്ട്.
ഈ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സിനെ പറ്റി പറഞ്ഞാലോ, ഇതേപോലെ സപ്പോർട്ട് ചെയ്തിട്ട് പലപ്പോഴും കമന്റ്സ് വരാറുണ്ട്. യൂട്യൂബിൽ കുഴപ്പമില്ല, കുറച്ച് കുഴപ്പമില്ലാത്ത കമന്റ്സ് വരുന്നുണ്ട്. പക്ഷെ ഫേസ്ബുക്കിൽ ഭയങ്കര മോശമാണ്, ഒരു നല്ല കമന്റ് പോലും വരില്ല. പക്ഷെ ഞാൻ ഈ അടുത്ത് മുന്നേ ചെയ്തതാണ്, കുറച്ച് മുന്നത്തെ വീഡിയോ. പക്ഷെ ഈ അടുത്ത് ഞാൻ കാണുന്നത് ഇപ്പൊ നമിത പ്രമോദ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാങ്ക് കോളൊക്കെ വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ പോസിറ്റീവ് ആയിട്ട് ട്രോളും പോസിറ്റീവ് എടുക്കണം. ട്രോള് എന്റെ ട്രോള് ഞാൻ കണ്ട് ചിരിച്ചത്. എന്നാലും ഒരാള് വിളിച്ചിട്ട് ഇങ്ങനെ കോമാളി ആക്കുന്ന ഒരു അങ്ങനെ എടുക്കാറുള്ളൂ. പക്ഷെ ആദ്യത്തെ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോ നെഗറ്റീവ് ആയിട്ടായിരുന്നു. സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാർ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെ അത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണെന്ന് തോന്നിട്ട് അങ്ങനെ ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാം തെരുവിളിയാണ്. എന്നാലും നേരിട്ട് അലിഞ്ചേഴ്സിനല്ലേ ഈ തെരുവിളി കൂടുമ്പോഴാണ് പോപ്പുലാരിറ്റി കൂടുന്ന പറയുന്നത്. അല്ല, ഇവിടെ പോസിറ്റീവ് പോപ്പുലാരിറ്റി സംഭവമില്ല ഒരിക്കലും. നെഗറ്റീവ് വന്നാലാണ് പോപ്പുലാരിറ്റി. ബെസ്റ്റ് എക്സാമ്പിൾ മോഹൻലാൽ തന്നെ. ഇപ്പൊ അവിടെ വയനാട്ടിൽ പോയപ്പോ എന്തൊക്കെയാ പറയുന്നത് ആൾക്കാർ. അവര് വിളിച്ചിട്ട് പോലെ എന്നിട്ടാണ് ചെയ്താണ് എന്തൊക്കെയാ പറയുന്നത്. അങ്ങനെയൊക്കെ പറയുന്നത് 2000 കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ശേഷമാണ് ഇങ്ങനെ ഫിനോമിനൻ വന്നത്. സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് സൊസൈറ്റിയിൽ ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങളെല്ലാം സച്ചിന്റെ കളി കണ്ടും ആൾ കണ്ടാണ് എൻജോയ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ആയിരുന്നു. ക്രിക്കറ്റ് കളിച്ചും. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ ആരും സ്പോർട്സ് ആകണമെന്നില്ല, ഫുൾ ടൈം മൊബൈലിനുള്ളിൽ ഇങ്ങനത്തെ നെഗറ്റീവാണ്. അതന്നെ ഇപ്പൊ ഈ കാലഘട്ടത്തിന് മെന്റൽ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും. ശരി, കാലഘട്ടത്തിന് മാറ്റം വന്നല്ലോ. അപ്പൊ ഈ കാലഘട്ടം മാറും തോറും ഇനിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു. ഇതിനെല്ലാം ബേസിക്കലി വേണ്ട എത്തിക്സ് എന്ന് പറയും. നമുക്ക് എന്ത് ടെക്നോളജി എന്ത് വന്നാലും അത് മര്യാദക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു എത്തിക്സ് വേണം. ഫിലോസഫിയിൽ ഉണ്ടാക്കേണ്ട അല്ല, ഫാമിലിയിലും സ്കൂളിലും ചെയ്യേണ്ട കാര്യമാണ്. അതില്ലെങ്കിൽ എന്ത് വന്നിട്ടും കാര്യമില്ല. എല്ലാത്തിനും ബേസ് എത്തിക്സ് ആണ്. അതില്ലാത്താണ് പ്രശ്നം. ഇപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോൾ ആൾക്കാർ കമ്പ്യൂട്ടർ ആയാലും ടെക്നോളജി ആയാലും ആർട്ടിഫിഷ്യൽ എന്താണെങ്കിൽ എത്തിക്സ് ആർട്ടിഫിഷ്യൽ ആൾക്കാർ വാങ്ങി ചെയ്യാൻ പാടില്ല. അവിടെ എത്തിക്സ് ഇല്ലാത്തതുകൊണ്ടാണ്.